ഇസലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വളരെ ആത്മാർത്ഥതയോടെ ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി തന്റെ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ സഹായിപ്പാൻ, ശക്തമായി ഉപയോഗിപ്പാൻ നമുക്കെല്ലാവർക്കും സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നീട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ സ്തോത്രം, 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 സ്തോത്രം. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ സമയത്തിനായിട്ട് വിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്ര കൃപയും കരുണയും മഹാദൈവമുള്ള കർത്താവ്, ഹല്ലേലൂയ. കർത്താവിന്റെ പാദപ്പെടുത്ത കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെല്ലാവരും കർത്താവെ സ്തോത്ര, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിന്റെ കൃപയിൽ കർത്താവ് പ്രാപിക്കാൻ തക്കണം. കർത്താവ് ഞങ്ങൾ കർത്താവ് ആത്മാവിന്റെ ദാഹത്തോട് കടന്നു വന്നിരിക്കാനുള്ള സ്തോത്ര കർത്താവെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര, സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് വചനം പഠിപ്പിക്കുന്ന ദേവദാസന കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കർത്താവ് ഞങ്ങളിൽ വരുവാൻ തക്കണം. സ്വർഗം കർത്താവെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ. കർത്താവെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവെ ഭവനത്തെയും കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് നേതൃത്വം കൊടുക്കുന്ന ഷാജി പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, ലാലു പാസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദേവദാസന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തോട് കർത്താവ് സ്തോത്ര, ഹല്ലേലൂയ. വിശുദ്ധ പാദപ്പെടുത്ത കർത്താവ് ഏകാഗ്രതയോടെ ഇരുന്ന് കർത്താവ് കേൾക്കുവാൻ തക്കണം. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതായി സ്വാതം മാനവും മഹത്വ സ്വർഗത്തിൽ അപ്പിനെടുക്കുന്ന സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ അനുഗ്രഹമേറിയ ഈ സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ലാലു ജേക്കബ് അവറുകൾ, പാസ്റ്റർ ഷാജി കെ ദാനിയേൽ അവറുകൾ, മറ്റ് ദേവദാസന്മാർ, ഇന്ന് ഈ വചനം പഠിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള മറ്റെല്ലാ പ്രിയവർക്കും കർത്താവായി നാമത്തിൽ സ്നേഹമുണ്ട്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. വചന പഠനം ഏറെ സന്തോഷവും അനുഗ്രഹവുമാണ് എന്ന് നിങ്ങളുടെ ആവേശകരമായ ചോദ്യങ്ങളും അതുപോലെ അന്വേഷണങ്ങളും ഒപ്പം തന്നെ വചനം പഠിക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഞാൻ ഹൃദയപൂർവ്വം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാഹചര്യമുള്ള ആളുകൾ ദയവായി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് തുറന്നു വച്ചാൽ, നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ പ്ലീസ് അതിന് സാഹചര്യമുണ്ടെങ്കിൽ ചെയ്യാൻ നന്നായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട്, ഇല്ല എങ്കിൽ നമുക്ക് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വന്ന പൊളൈൻ തിയോളജിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആ ചിന്തകൾ, അതായത് ആ ക്ലാസിന്റെ ചിന്തകൾ നമ്മൾ അവസാനിപ്പിച്ച് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ പഠിക്കുന്ന പൊളൈൻ തിയോളജിയിൽ പല ഭാഗങ്ങളും തിയോളജി എന്ന ബൃഹത്തായ വ്യത്യസ്തമായ ആശയങ്ങളും അല്ലെങ്കിൽ പഠന ശാഖകളുള്ള ദൈവശാസ്ത്ര ചിന്തകളിൽ കൂടുതൽ കോർത്തിണക്കുന്നതുകൊണ്ട് അതിലേക്ക് പോകാതെ, അത് വീണ്ടും റിപ്പീറ്റേഷൻ പോലെ വരാതെ പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകളെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അഥവാ പൊളൈൻ, അതിന്റെ ശീർഷകം തലക്കെട്ട് ഇങ്ങനെയാണ്: പൊളൈൻ എത്തിക്സ്, അഥവാ പൗലോസും തന്റെ ധർമ്മശാസ്ത്ര ചിന്തകളും. പൊളൈൻ എത്തിക്സ്, പൗലോസും തന്റെ ധർമ്മശാസ്ത്ര ചിന്തകളുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏറെ പ്രസക്തമുള്ള ഒരു ചിന്തയാണ്, എന്നാൽ അല്പം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ചിന്ത കൂടി ആയതുകൊണ്ട്, മറ്റ് ബിബ്ലിക്കൽ സബ്ജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ ചോദിക്കുന്നു.
ഇതിൽ എനിക്കറിയാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് വഴങ്ങും എന്ന് എനിക്കറിയില്ല. എങ്കിലും നമ്മളിത് പഠിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നും വിചാരിക്കുന്നു. നോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നോട്ട് നൽകിയിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുകയോ വേണമെങ്കിൽ PDF ആയിട്ട് വേണമെങ്കിൽ നോട്ട് ഇടാം. ഇപ്പോൾ അത് ഒരു നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടിയാണ്. ഇനി ആർക്കെങ്കിലും നോട്ട് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ PDF ആയിട്ട് വേണമെങ്കിൽ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. പൊളൈൻ എപ്പിസ്റ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയായ പൊളൈൻ എത്തിക്സ്, പൗലൂസും ധർമ്മശാസ്ത്രവും, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. തുടർന്ന് 1-2 ക്ലാസ്സുകളിൽ അതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് അതിന്റെ ഒരു മുഖവര പറഞ്ഞ് മുൻപോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായിരിക്കും നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ നോട്ട് തരാം കൃത്യമായിട്ട്. റഫ് നോട്ട് എഴുതുന്ന ആളുകൾക്ക് അത് എഴുതിയെടുക്കാം. കാരണം ഇതിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ പല കാര്യങ്ങളും ഒരുപക്ഷെ ക്ലാസ്സിൽ പറയുന്നത് എല്ലാ നോട്ടിൽ കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ നോട്ട് ഫുട്നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന ആളുകൾ, റഫായിട്ട് എഴുതുന്ന ആളുകൾ അതുകൂടി ശ്രദ്ധിക്കുക. മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിക്കണമെങ്കിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നതായിരിക്കും. തുടങ്ങാം നമുക്ക്. എന്താണ് ധർമ്മശാസ്ത്രം, എത്തിക്സ് എന്ന് പറയുക? അഥവാ നീതിശാസ്ത്രം അഥവാ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നവ എന്താ? നമ്മൾ പറയുമല്ലോ, സാധാരണ പറയുന്ന ഒരു പദമാണ്. അങ്ങനെ ഒരു എത്തിക്സും ഇല്ലാത്ത, അദ്ദേഹം ഒരു എത്തിക്സ് ഇല്ലാത്ത ആള്. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു മൂല്യങ്ങളും സൂക്ഷിക്കാത്ത ആള് എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും അലിഖിതമായി, ലിഖിതമാക്കാത്ത, എഴുതി വെക്കാത്ത ഒരു പ്രമാണത്തെ സൂക്ഷിക്കുന്നവരും ആ പ്രമാണം കൊണ്ട് ജീവിതം നയിക്കുന്നവരും ആ പ്രമാണം ജീവിതം കൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമുക്ക് നിഷേധമെന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തിരസ്കരണങ്ങളും സ്വീകരണങ്ങളും ഒരുപോലെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കൽപ്പനയായി നമ്മൾ എപ്പോഴും മുൻപിൽ വെക്കാറുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. പല കാര്യങ്ങളെയും സ്വീകരിക്കുന്നതും പല കാര്യങ്ങളും നിഷേധിക്കുന്നതും അഥവാ തിരസ്കരിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു സംസ്കാര സംവിധാനം നമ്മൾ സ്വയം ആർജിച്ചിട്ടുണ്ട്, സ്വയം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മോട് തന്നെ നമുക്ക് തന്നെ വിലക്കേർപ്പെടുത്തിയ പല കാര്യങ്ങളും നമ്മൾ തിരസ്കരിക്കുകയും നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിത ശൈലികളും നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സംസ്കാരങ്ങളും ഒക്കെ അനുവദിക്കുന്നെങ്കിൽ നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതപ്പെടാത്ത ഒരു സംസ്കാര സംവിധാനം, മൂല്യങ്ങളുടെ ഒരു സംസ്കാര സംവിധാനം നമ്മൾ സൂക്ഷിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഒരു വ്യക്തിത്വമെന്നോ ആ വ്യക്തി കൊള്ളാമെന്നോ ആ വ്യക്തി കൊള്ളുകയില്ലോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നു, ലോകം വിലയിരുത്തുന്നു. ഇനി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുടുംബം തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളുണ്ട്. നമ്മൾ പരമ്പരാഗതമായി പൈതൃകമായി നമ്മളത് പറഞ്ഞു വരും പുറകെ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. നമ്മളിലേക്ക് പകർന്നു കിട്ടിയ ചില ആശയങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സംഹിതകളുണ്ട്, ലിഖിതമാക്കാത്ത എഴുതപ്പെടാത്ത ചില നിയമങ്ങളും നിയമാവലികളും നമ്മൾ സൂക്ഷിക്കുന്നവരാണ്, അല്ലെ? ഇനി നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം തന്നെ പലപ്പോഴും വേറിട്ട ഒരു സമൂഹത്തിന്റെ വക്താക്കൾ എന്ന് ലോകം വിലയെഴുതിയ പല ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹവും അത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അതെത്രത്തോളം ശരിയാണെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന്റെ അർത്ഥം പല ആളുകളും അതിനകത്തുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിന്റെ ബലത്തിൽ അതിന് മൂല്യം നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. തമിഴ്നാട്ടിൽ നിന്ന് കോട്ടയം ടൗണിലേക്ക് വരുന്ന ഒരു ലോറിയിൽ കൊണ്ട് ചന്തയിൽ ഇറക്കിയ
ഒരു തക്കാളിപ്പെട്ടി. അതിന്റെ ആദ്യത്തെ ആ പലക ഹോൾസെയിലുകാരൻ തട്ടിയപ്പോൾ ആ ലെയർ മുഴുവൻ ചീഞ്ഞതാണ്. അദ്ദേഹം അതെടുത്ത് ഒറ്റ ഏറ് അല്ല ചെയ്തത്. മനസ്സിലായോ? അടുത്ത ആ കനം കുറഞ്ഞ പട്ടിക താൻ ഒന്നുകൂടി പൊട്ടിയപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ പൊട്ടിപ്പോയത്, ചീഞ്ഞു പോയത്. അത് അദ്ദേഹം എടുത്തു കളഞ്ഞു. ആദ്യത്തെ ആ ലെയറിൽ ഉണ്ടായിരുന്ന എല്ലാം എടുത്തു കളഞ്ഞു. അങ്ങനെ അടപ്പ് എന്ന സംവിധാനത്തിലൂടെ ലളിതമായി ഉണ്ടാക്കി വെച്ച്, വലിയ ബലമില്ലാത്ത ഉണ്ടാക്കി വെച്ച സംവിധാനത്തിൽ മുകളിലത്തെ ലെയറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് വെച്ച് ആ പെട്ടിക്കകത്ത് മുഴുവനുള്ളതും നഷ്ടപ്പെട്ടത് പോയ ചീഞ്ഞതാ ഉപയോഗശൂന്യമാണെന്ന് ആ ഹോൾസെയിലുകാരനോ റീറ്റെയിലുകാരനോ ചിന്തിക്കാറില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മുടെ സമൂഹമാ. എന്തും നടക്കും, എന്തും നടക്കട്ടെ, ഇതൊക്കെ നടക്കണമല്ലോ. നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലാണ് പല മൂല്യച്യുതികളും ശോഷണങ്ങളും സംഭവിക്കുന്നത് എന്ന് വെച്ച് നമ്മൾ ആരും അത്തരത്തിന് അതിന്റെ പങ്കാളിത്തം കൊണ്ട് അവരുടെ ഏതെങ്കിലും വ്യക്തിയുടെ മൂല്യശോഷണം സംഭവിച്ച ഏതെങ്കിലും വ്യക്തിയുടെ ചെയ്തികൾ കൊണ്ട് നമ്മളും നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കേണ്ട വേവലാതി ഒന്നും വേണ്ട. നമുക്ക് ലഭിച്ച വിശ്വാസവും പ്രകാശവും അനുസരിച്ച് മുൻപോട്ട് പോകും. ഞാൻ ഒന്നുകൂടി ലളിതമായിട്ട് വിശദമായിട്ട് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും തർക്കവിതർക്കങ്ങൾ, തർക്കമോ വാദമോ പ്രതിവാദങ്ങളോ കേവലം അധികാരം ആഗ്രഹിക്കുന്ന കേവലം 5% പോലും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായി മാത്രം ചിന്തിച്ചാൽ ബാക്കി 95 ആളുകളും വിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ആ പറഞ്ഞാവശ്യം ലളിതമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം, ധർമ്മശാസ്ത്രം അഥവാ നീതിശാസ്ത്രം അഥവാ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാര സംവിധാനമാണ്. ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ പണിയാനും ആ കുടുംബം, വ്യക്തി, സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പ്രചരണത്തിനോ ആശയങ്ങളുടെ വിശദീകരണത്തിനോ ആശയങ്ങളുടെ പ്രായോഗികതയ്ക്കോ കൂടുതൽ ഊർജം നൽകാൻ വേണ്ടി ക്രമീകൃതമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്, വാസ്തവത്തിൽ ശാസ്ത്ര സംവിധാനമാണ് ധർമ്മശാസ്ത്രം, എത്തിക്സ് അഥവാ നീതിശാസ്ത്രം എന്നൊക്കെ പറയും. ഇനി ശ്രദ്ധിക്കുക, ഗ്രീക്ക് ഭാഷയിൽ ഈത്തോസ്, ETHOS, ഈത്തോസ്, ഗ്രീക്ക് ഭാഷയിലെ ഈത്തോസ് എന്ന വാക്കിൽ നിന്നാണ് എത്തിക്സ്, ETHICS, എത്തിക്സ് അഥവാ ധർമ്മശാസ്ത്രം എന്ന വാക്കുണ്ടായി. ഗ്രീക്ക് ഭാഷയിലെ ഈത്തോസ്, ETHOS, ഈത്തോസ് എന്ന വാക്ക് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കും. ഈത്തോസ് എന്ന വാക്കിൽ നിന്നാണ് ധർമ്മശാസ്ത്രം അഥവാ എത്തിക്സ് എന്ന വാക്കുണ്ടായത്. ലത്തിൻ ഭാഷയിലെ, ഞാൻ ഈ പറഞ്ഞ പദങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ആവശ്യമുണ്ടോ എഴുതുക, അതുകൊണ്ടാണ് പതുക്കെ പറയുന്നത്. ലത്തിൻ ഭാഷയിലെ മോസ് അല്ലെങ്കിൽ മോറസ് എന്ന പദത്തിൽ നിന്നാണ് അഥവാ എന്ന വാക്കിൽ നിന്നാണ് മൊറാലിറ്റി അഥവാ സദാചാരം എന്ന വാക്കുണ്ടായത്. ലത്തീൻ ഭാഷയിലെ മോസ് അഥവാ മോറസ് എന്ന വാക്കിൽ നിന്നാണ് സദാചാരം അഥവാ മൊറാലിറ്റി എന്ന വാക്ക് ഉണ്ടായത്. ഇനി ശ്രദ്ധിക്കുക, ഗ്രീക്ക് ഭാഷയിലെ ഈത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം കസ്റ്റം അഥവാ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സമ്പ്രദായം അഥവാ പെരുമാറ്റം എന്നതിനെ കുറിക്കുന്നു. ഈത്തോസ് എന്ന വാക്ക്, ഗ്രീക്കിലെ ഈത്തോസ്, എത്തിക്സിന്റെ ഈത്തോസ് എന്ന വാക്ക് കസ്റ്റം, സമ്പ്രദായം അഥവാ ബിഹേവിയർ, പെരുമാറ്റം എന്നിവയെ കുറിക്കുന്നു. എന്നാൽ മോസ് എന്ന വാക്ക്, മോസ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മോസ്, സദാചാരം എന്ന വാക്ക് ക്യാരക്ടർ, സ്വഭാവം അല്ലെങ്കിൽ ഹാബിറ്റ് അല്ലെങ്കിൽ കോണ്ടാക്ട്, ശീലം എന്ന അർത്ഥമാണ് നൽകുന്നത്.
മനസ്സിലായോ? ഈത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം കസ്റ്റം അഥവാ സമ്പ്രദായം അല്ലെങ്കിൽ ബിഹേവിയർ, പെരുമാറ്റം എന്നാണെങ്കിൽ മോസ് അഥവാ മോറസ് എന്ന വാക്ക് സ്വഭാവം, ക്യാരക്ടർ അല്ലെങ്കിൽ ഹാബിറ്റ്, ശീലം എന്ന വാക്കിനെ കുറിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, വ്യക്തിപരമായ ധാർമ്മിക നിലവാരത്തെ പരാമർശിക്കുന്നതിലുപരി പൊതുവായ പെരുമാറ്റത്തിന്റെ അടിസ്ഥാന വീക്ഷണമാണ് ധർമ്മശാസ്ത്രം പ്രദാനം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. വ്യക്തിപരമായി നമ്മുടെ ധാർമ്മിക നിലവാരം എന്താണെന്ന് പരാമർശിക്കുന്നതിൽ അല്ലെങ്കിൽ വിശദീകരിക്കുന്നതിനപ്പുറമായി പൊതുവായ നമ്മുടെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനപരമായ വീക്ഷണം, എങ്ങനെയാണ് അടിസ്ഥാനപരമായി പെരുമാറേണ്ടത് സമൂഹത്തിൽ, വ്യക്തികളോട്, ദൈവത്തോട്, ഇതെങ്ങനെയായിരിക്കണം എന്നതാണ് വാസ്തവത്തിൽ ധർമ്മശാസ്ത്രം വീക്ഷണം നൽകുന്നത്. ഇനി ശ്രദ്ധിച്ച്, നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണവും നമ്മൾ ജീവിക്കുന്ന സമൂഹം നമുക്ക് നൽകുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം മൗനമായി നമുക്ക് നൽകുന്ന ചില അനുവാദങ്ങളുണ്ട്, അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് നമ്മോട് തികച്ചും മൗനമായി നൽകുന്ന, അനുവദനീയമല്ല, നോ എന്ന് പറയുന്ന, അതിന്റെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഡൂസ് ആൻഡ് ഡു നോട്ട്, ചെയ്യാം ചെയ്യരുത് എന്ന് പറയുന്ന ചില നിബന്ധനകൾ, നിയമങ്ങൾ ഈ നിയതിയിൽ, ഈ ഭൂമിയിൽ, നമ്മൾ ചുറ്റുപാടുകളിൽ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് വിശദീകരിക്കുകയല്ല, മറിച്ച് വസ്തുതകളെ വിശകലനം ചെയ്ത് പ്രതികരണം നൽകുകയാണ് ധർമ്മശാസ്ത്രം നൽകുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ദൈവവുമായി ബന്ധത്തിൽ ജീവിക്കുന്ന, വേർപെട്ട സമൂഹത്തിന്റെ അംഗമായിരിക്കുന്ന, വളരെ ലളിതമായിട്ട് ഒന്നുകൂടെ പറഞ്ഞ പെന്തക്കോസ്ത് വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, വേദപുസ്തകം വിശ്വസിക്കുന്ന, എല്ലാ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഇവിടെ ദിവസങ്ങളിലും ബൈബിൾ എന്ന് പറയുന്ന ആ വിശ്വാസ പ്രമാണത്തിന്റെ ലിഖിതമാക്കപ്പെട്ട പ്രതിയുമായി സമൂഹത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സമൂഹത്തിനോട് ഒരു കടപ്പാടും കടമയും ദൈവത്തോടുള്ളപ്പോൾ തന്നെ സഹജീവികളോടും സമൂഹത്തോടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചില അരുതുകൾ, ചില അരുതായ്മകൾ, ചിലത് ആകാമെന്ന ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ആ വ്യക്തി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതിന്റെയും എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കുന്നതിനപ്പുറമായിട്ട് എന്തുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ആ വ്യക്തി ആ കാര്യം ചെയ്യുന്നു എന്നതിന്റെ ശരിയായ വിശകലനം നടത്തി അതിനോടുള്ള പ്രതികരണമാണ് വാസ്തവത്തിൽ ധർമ്മശാസ്ത്രം ചെയ്യുന്നത്. ഇവിടെ സാംസ്കാരികപരമായ ചില ഘട്ടങ്ങൾ അതിനുണ്ടാവാം, സാമൂഹ്യപരമായ ചില ഘട്ടങ്ങൾ ഉണ്ടാകാം, അതുപോലെ സാമ്പത്തികമായ ഘട്ടങ്ങൾ ഉണ്ടാകാം, ഉപദേശപരമായി ഉണ്ടാകാം, ഭൗതികപരമായി ബുദ്ധിപരമായിട്ടുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടാകാം. തത്വങ്ങൾ നമുക്ക് പറയത്തക്ക നിലയിൽ ഇന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്കങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആ പ്രതികരണത്തെയാണ് വാസ്തവത്തിൽ ധർമ്മശാസ്ത്ര വീക്ഷണം എന്ന് പറയുക. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് രുചിക്കാൻ പറ്റുന്ന ഒരുപാട് പാനീയങ്ങൾ ഉള്ളപ്പോൾ ഇന്ന പാനീയമേ നമുക്ക് രുചിക്കാവൂ എന്തുകൊണ്ട് ഞാൻ എന്ന് പറയാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള പ്രതികരണമാണ് വാസ്തവത്തിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടത് കഴിക്കും, എന്തുകൊണ്ട് കഴിക്കുന്നില്ല, എനിക്കെന്തുകൊണ്ടത് പറയാം, എനിക്കെന്തുകൊണ്ട് പറയാൻ പാടില്ല എന്ന് നമുക്ക് നേരെ, നമ്മുടെ വിശ്വാസത്തിനോ നമുക്ക് നേരെ വരുന്ന ഏതൊരു ചോദ്യത്തെയും ഏതൊരു ആവശ്യങ്ങളെയും അരുതായ്മകൾക്ക് നേരെ നമ്മുടെ നിലപാടുകളെ വ്യക്തമാക്കുന്ന അടുക്കും ചിട്ടയുമുള്ള ചില സമ്പ്രദായമാണ് വാസ്തവത്തിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുക. ശ്രദ്ധിച്ചേ, ഇതിന് മറ്റൊരു പേര് നീതിശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞു. തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്താൻ, മൗനം അവലംബിക്കുന്നവരെ ആഹ്വാനം ചെയ്യാൻ, ഒരു ധാർമ്മികമായ മൂല്യബോധം ജനങ്ങളിൽ, വ്യക്തികളിൽ
ഇതര സമുദായങ്ങളിൽ, സമൂഹങ്ങളിൽ, സഹജീവികളിൽ പകർന്നു കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമാണ് ധർമ്മശാസ്ത്രം അഥവാ നീതിശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വാതോരാതെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും നമ്മൾ പാപത്തിനെതിരെയുള്ള, അനീതിക്കെതിരെയുള്ള, ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരെയുള്ള, മനുഷ്യജീവിതത്തെ ശരിപ്പെടുത്താനുള്ള ശബ്ദങ്ങൾ എപ്പോഴും ഉയർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ വേറിട്ട ശബ്ദമായി നമ്മൾ നിൽക്കുന്നത്, അല്ലേ? നാൽക്കവള്ളികളിൽ, പാതയോരങ്ങളിൽ, ഇടവഴികളിൽ, ഗ്രാമീണ പാതകളിൽ, പിന്നെ നമ്മുടെ യോഗങ്ങളിൽ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഒന്നിച്ചു കൂടുമോ, വ്യക്തിപരമായി നമുക്ക് സാഹചര്യമുണ്ടോ, അവിടെയൊക്കെ നമുക്ക് ശബ്ദം ഉയർത്താമെന്ന് നമുക്ക് സാധ്യത തോന്നുന്ന എല്ലാ ഇടങ്ങളിലും നമ്മൾ ഉയർത്തുന്ന എല്ലാ ശബ്ദങ്ങളും എന്താ? നീതിശാസ്ത്ര ബോധത്തോടു കൂടി നടത്തുന്ന ഒരു വിശദീകരണങ്ങളും വിശകലനങ്ങളും ഉദ്ബോധനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെയാണ്. സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് അതാണ് അതിന്റെ ശരിയെങ്കിലും നമ്മൾ അതിനപ്പുറമായി നടത്തുന്നത് ഒരു ഉദ്ബോധനമാണ്, പ്രബോധനമാണ്. നീതിശാസ്ത്രത്തിന്റെ വ്യവസ്ഥാപിതമായ അടിസ്ഥാന പ്രമാണങ്ങളെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞല്ല, മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മളോടാണ് ഒരു സാക്ഷ്യം പറഞ്ഞു, നമ്മുടെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ അമ്മാമ എന്നെ പറയാന് ഞാൻ ഒന്നും പറയും, എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലായിരുന്നു, എന്നാ ചെയ്യാൻ, ആകെ തരിപ്പണമായി പോവുക. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായത് എന്റെ ജീവിതത്തിന്റെ ക്രമക്കേടുകൾ കൊണ്ട് അത് സംഭവിച്ചത്. ഒരു ദിവസം ഞാൻ കേട്ട വചനത്തിന് മുമ്പാകെ എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ സുവിശേഷത്തിന് വേണ്ടി എന്റെ കാത് കൊടുത്തു, എന്റെ ഹൃദയം കൊടുത്തു, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ഞാൻ അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. നിങ്ങൾക്കും അത് സാധ്യമാണ്. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കർത്താവ് സന്നദ്ധനാണ്, അല്ലെങ്കിൽ കഴിയും, കർത്താവിന് കഴിയും. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുക, കർത്താവ് മരിച്ചു എന്നുള്ള ബോധ്യമുണ്ടാകുക, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അതരം കൊണ്ട് ഏറ്റു ചൊല്ലുക. നിങ്ങൾക്കും എന്നെ പോലെ സമാധാനപരമായി ജീവിക്കാൻ കഴിയും. ശ്രദ്ധിച്ചേ, ലളിതമായിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ നടത്തുന്ന ഈ വിശദീകരണം വാസ്തവത്തിൽ സുവിശേഷം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, നന്മയെ സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രതയോടുകൂടി തിന്മയെ, ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തിന്മയെ അകറ്റിക്ക് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന തിന്മയ്ക്ക് നേരെ ഉള്ള ശബ്ദം ഉയർത്തലാണ് വാസ്തവത്തിൽ ലളിതമായ ഭാഷയിൽ സാവധാനത്തിലോ ഉച്ചത്തിലോ നമ്മൾ പങ്കുവെക്കുന്ന ഈ സുവിശേഷ പ്രചരണ പരിപാടി എന്ന് പറയുന്നത്, സുവിശേഷം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത്. അപ്പം വാസ്തവത്തിൽ നീതിശാസ്ത്രം പറയുന്ന കാര്യം ഇതാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി 3 ഘട്ടങ്ങളായി നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, വില്യം ലില്ലി എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്റെ ഒരു വീക്ഷണമാണ്. അദ്ദേഹം ഒന്ന് സഹജവാസ തലം എന്ന് പറയും, ലെവൽ ഓഫ് ഇൻസ്റ്റിന്റ്, INSTINET, സഹജവാസ തലം, ലെവൽ LEVEL ഓഫ് സഹജവാസ തലം, LEVEL ഓഫ് INSTINCT, ലെവൽ ഓഫ് ഇൻസ്റ്റിന്റ്, സഹജവാസ തലം. ശ്രദ്ധിച്ചേ, എന്താ സഹജവാസ തലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ സദാചാര വികസനം അഥവാ ധാർമ്മിക ശാസ്ത്ര ബോധം അതിന്റെ പരാവർത്തനം നടത്തുമ്പോൾ, പങ്കുവെക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് കടന്നു പോകുന്നത്. ഒന്ന്, സഹജവാസ തലം അഥവാ ലെവൽ ഓഫ് ഇൻസ്റ്റിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും ജന്മവാസനാലും തീരുമാനിക്കപ്പെട്ട ശീലങ്ങൾ നമുക്ക് ഒരു ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭാവപൂർണ്ണമാക്കുക എന്നുള്ളത് ഞാൻ ഒന്നും വിശദീകരിക്കാം. ശ്രദ്ധിച്ചേ, നമുക്ക് അടിസ്ഥാനപരമായി ഒരുപാട് ആവശ്യങ്ങൾ ഒരു മനുഷ്യനുണ്ട്. ഒരു സാമൂഹ്യ ജീവി നിലയിൽ അടിസ്ഥാനപരമായി ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. ഈ ആവശ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സ്വതസിദ്ധമായി ജന്മവാസനയായി നമുക്ക് ലഭിക്കുന്ന ചില സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെ അടിസ്ഥാനപരമായി നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്ന, നമ്മളിലേക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന, ഒന്നെങ്കിൽ പരമ്പരാഗതമാകാം, പൈതൃകമാകാം, നമ്മൾ ജനിച്ച സാഹചര്യമാകാം, പിറന്നു വീണ ഇടങ്ങളാകാം, ഉൾപ്പെടുന്ന സമൂഹമാകാം, നമ്മളെ വളർന്നു വന്ന സാഹചര്യങ്ങളാകാം. ഇങ്ങനെ
നമുക്ക് സ്വതസിദ്ധമായി നമ്മളിൽ അറിയാതെ തന്നെ നമ്മളിലേക്ക് പകർന്നു കിട്ടുകയും അത് നമ്മളിൽ വളർന്നു വലുതാകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക, ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പലപ്പോഴും നമുക്ക് നമ്മളിൽ സ്വതസിദ്ധമായി ഉള്ള ഈ ശീലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് രൂപപ്പെട്ടു വരിക. ഉദാഹരണത്തിന്, എന്നും നിന്ദിക്കപ്പെടുക, എന്നും പരിഹസിക്കപ്പെടുക, ഒരു പരിഗണന ലഭിക്കാതെ ഒരു സമൂഹത്തിന്റെ ഭാഗം, കുടുംബത്തിൽ ഒരു പരിഗണന ലഭിക്കാതിരിക്കുന്ന ഒരു വ്യക്തി, സമൂഹത്തിൽ ഒരു പരിഗണന ലഭിക്കാതിരുന്ന വ്യക്തി, ജനിച്ചപ്പോൾ മുതൽ കണ്ടുവരുന്നത് മർദ്ദിത സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി, ആശയപരമായി പീഡിപ്പിക്കപ്പെടുക, ജന്മ അവകാശമായിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും മറ്റുള്ളവരുടെ അധരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുവാദം കൊണ്ട് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഞാൻ ഈ പറയുന്നത് ഈ ബൈബിളുമായിട്ട് വളരെ വ്യത്യസ്തമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഓർക്കൂടാ, ഈ പുള്ളി തന്നെ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ചിന്തിക്കരുത്. ഇങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാകും, ഇങ്ങനെ പറയാൻ പറ്റൂ ഇത് ഈ വിഷയം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ കിട്ടിക്കുന്നു. അതിന് ലളിതമായിട്ട് ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ച് എന്നാലല്ലേ നമുക്ക് ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയാൻ പറ്റുള്ളൂ. കത്തിച്ചേ നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? കാരണം നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അധരങ്ങളിലായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. എന്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ ആജ്ഞ, അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ആസ്വദിക്കുവാൻ കഴിയുക എന്ന്. അത്രത്തോളം അധമനായ വ്യക്തി ഞാനല്ലാതെ വേറെ ആരുണ്ട്? എനിക്കൊന്ന് ശബ്ദമുയർത്തണമെന്ന് തോന്നിയാൽ മറ്റുള്ളവരെ അധരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? സമീപിക്കണം. അല്ലെങ്കിൽ അവരുടെ ധരം എന്ന് ഞാൻ പറഞ്ഞ വാക്കുകളാണ്, മറ്റുള്ളവരുടെ ആജ്ഞകളാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായത്തിന് വേണ്ടി കാതോർത്ത് നിന്നിട്ട് എന്റെ അവകാശത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഗതികേട് എനിക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാലോ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുമോ? അപ്പം സ്വതസിദ്ധമായി നമ്മളിലേക്ക് ഒഴുകി വന്നിട്ടുള്ള നമ്മളിൽ ഉള്ള പല ജന്മവാസനകളും അടിസ്ഥാനപരമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പല അവകാശങ്ങളെ പോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആസ്വദിക്കാൻ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അപ്പം ഇതാണ് ഈ പറയപ്പെട്ടതിന്റെ അടിസ്ഥാനം എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചേ, സമ്പ്രദായ തലം, ലെവൽ ഓഫ് കസ്റ്റം, സമ്പ്രദായ തലം. ആദ്യത്തെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ജന്മവാസനയായി നമുക്ക് ലഭിച്ചിട്ടുള്ള പല ശീലങ്ങളും മൂലശക്തിയുടെ അനുവാദപൂർണമായി ശീലമാക്കുക, അതാണ് ശരിയല്ല എന്ന് പറഞ്ഞാൽ. ജന്മവാസനയായി ഉദാഹരണം സ്വാതന്ത്ര്യം, അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന ശീലം, ആ ശീലം മറ്റുള്ളവരുടെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. എത്രയോ അധമമായ പ്രവൃത്തി അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള സാമൂഹിക ആ അനുവാദങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ അതിനോടുള്ള പ്രതികരണം നടത്താൻ നമ്മളെ ശക്തനാക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ എത്തിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. നിവർന്നു നിന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന വിശ്വാസങ്ങളെ നമ്മൾ സ്വീകരിക്കാവൂ എന്ന് ഞാൻ പറയുന്നു. നിവർന്നു നിന്ന് ഉറക്കെ ഉച്ചരിക്കാൻ കഴിയുന്ന വിശ്വാസങ്ങൾ മാത്രമേ നമ്മുടെ ശീലങ്ങളായി മാറ്റാവൂ. ഒന്നുകൂടി ഞാൻ പറയുന്നു, നിവർന്നു നിന്ന് നട്ടല് നന്നായി വളയ്ക്കാതെ തന്റെ ഇടത്തോടു കൂടി നിന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന വിശ്വാസങ്ങളെ നമ്മുടെ ശീലങ്ങളാക്കാം. അല്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തന്നെ അതിന് ഒരുക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് എനിക്കതിന് പറ്റിയ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എനിക്കതിന് അനുവാദം ഉണ്ടോ എന്നുള്ളതാണ്. എനിക്കതിന് അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളതാണ്. എനിക്ക് പറഞ്ഞേ പറ്റൂ എന്നുള്ള നിർബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ
ഇതൊന്നും നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമെന്ന് ഓർക്കല്ലോ. പക്ഷെ ഇതാണ് ഇതിന്റെ തത്വം എന്ന് പറയുന്നത്. എനിക്കെന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയുന്ന ഒരു അവകാശം ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായാൽ, അതെന്റെ അവകാശമാണെന്ന് ബോധ്യമായാൽ, അതെന്റെ വിശ്വാസമാണ്, എനിക്ക് അവകാശമുണ്ടെന്ന്. ആ അവകാശത്തെ നന്നായി ആസ്വദിച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയണം. അതാണ് വാസ്തവത്തിൽ ഈ ധർമ്മശാസ്ത്രത്തിന്റെ ഒരു ബോധവൽക്കരണ ഭാഗം എന്ന് പറയുന്നത്. ധാർമ്മികമായി ഉണർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം കടമയെ ഉച്ചൈസ്വരം വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് പറയണം, അത് നിർത്തട്ടെ. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തത് സമ്പ്രദായ തലം, ലെവൽ ഓഫ് കസ്റ്റം. ലെവൽ ഓഫ് കസ്റ്റം, CUSTOM, കസ്റ്റം. ഇവിടെ ഒരു വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സമ്പ്രദായമാണ് മൂലശക്തിക്ക് അനുവാദപൂർണമായി ശീലമാക്കുക. ഒന്നുകൂടെ പറയാം. നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു സമ്പ്രദായങ്ങളുടെ ബലത്തിൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ട് വരുന്നു. ഈ സമ്പ്രദായങ്ങൾക്ക് എന്ന് വിശ്വാസങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് വിശ്വാസങ്ങൾ എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളാകുന്നത്? അന്ധവിശ്വാസങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാനെന്ന വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അഥവാ എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട് എന്നുള്ള ബോധ്യം, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്നുള്ള ബോധ്യം, ഞാൻ കണ്ടെത്തിയത് ശരിയാണെന്നുള്ള ബുദ്ധി, നിലവിൽ ഞാൻ അനുവർത്തിച്ചു കൊണ്ടുവരുന്നത് പലതും എന്റെ സ്വയരക്ഷയ്ക്കോ എന്റെ സാമൂഹ്യ ഉന്നമനത്തിനോ എന്റെ സാമുദായികമായ ഔന്നിത്യത്തിനോ വ്യക്തിപരമായി എന്റെ രക്ഷയ്ക്കോ ഞാനെന്ന വ്യക്തി വിശ്വസിക്കുന്നത് പലതും ഉപയുക്തമല്ല എങ്കിൽ, ഒന്നുകൂടി ഞാൻ പറയാം, എന്റെ വിശ്വാസം ലളിതമായിട്ട് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മുഴുവൻ ഏതോ അന്ധമായ വിശ്വാസത്തിന്റെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായങ്ങളെ ലംഘിക്കുമ്പോഴാണ് ആചാരങ്ങളെ ലംഘിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും ലംഘിക്കുമ്പോഴാണ് നമോത്ഥാനം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ നമോത്ഥാനം ഉണ്ടായി എന്ന് പറയുന്നത് എങ്ങനെയാ? പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ നിർബന്ധമായും കിഴക്കോട്ട് തന്നെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വർഷങ്ങളായി പറഞ്ഞു പഠിപ്പിക്കുകയും ചൊല്ലുകയും ചൊല്ലുത്തുകയും അങ്ങനെ ആചരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം, ഒരു സമ്പ്രദായം. ഒരിക്കലും അപ്പച്ചൻ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി പിള്ളേരെ വിളിച്ചു കൂട്ടിയിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലെ ഏറ്റവും അരുമയായി അവർ വളർത്തിക്കൊണ്ടിരുന്ന പൂച്ച എന്നും അപ്പച്ചന് ദേഹത്ത് വഴിയും പിള്ളേരുടെ ദേഹത്ത് വഴിയും പിള്ളേരുടെ ഇടവഴിയൊക്കെ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുട്ടിയുരുമി പോവുകയും ഒക്കെ ചെയ്യും. ആദ്യമൊക്കെ അത് ആസ്വദിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശല്യമായി തീർന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മോനെ ആ പൂച്ച നീ ഒന്ന് കമിഴ്ത്തിയിട്ടാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കൊട്ട ഇട്ട് കമിഴ്ത്തിയേക്കാൻ പറ്റും. പിന്നെ അന്ന് അപ്പച്ചൻ പറഞ്ഞനുസരിച്ച് വല്യപ്പച്ചൻ പറഞ്ഞനുസരിച്ച് പിള്ളേർ ഓടിച്ചു പൂച്ചയെ പിടിച്ച് കൊട്ട കൊണ്ട് കമിഴ്ത്തി ഇട്ടു. പിറ്റേ ദിവസം പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ പറഞ്ഞു, മക്കളെ പൂച്ചയെ കൊട്ട കൊണ്ട് കമിഴ്ത്തിയോ? അതിനു മുമ്പ് തന്നെ പിള്ളേർ എന്ത് ചെയ്യും? അന്ന് തന്നെ പിള്ളേർ ഓടിച്ചെന്ന് വീണ്ടും കമിഴ്ത്തി. ഇത് പിന്നെ എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങിയ പിന്നെ പിള്ളേർക്ക് മനസ്സിലായി ഇതൊരു ശീലമായി. അപ്പച്ചൻ പറയും, അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ പിള്ളേർ എന്ത് ചെയ്തു? ഇങ്ങനെ കൊട്ട കമിഴ്ത്തിടാൻ തുടങ്ങി. അതിങ്ങനെ അപ്പച്ചന്റെ കാലം മുഴുവൻ എല്ലാ ദിവസവും ചെയ്തിരുന്നു. അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴും അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചു പിള്ളേര് മൂത്ത കാരണം പറഞ്ഞു, മോനെ കൊട്ട കമിഴ്ത്തിയാക്കാൻ പറഞ്ഞു. പൂച്ചയില്ല, അപ്പച്ചനും ഇല്ല, പക്ഷെ വെറുതെ എന്ത് ചെയ്യാൻ? കൊട്ട കമിഴ്ത്തി. മനസ്സിലായോ? സമ്പ്രദായത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലായോ? സമ്പ്രദായങ്ങളും ആചാരങ്ങളും എന്ന് പറഞ്ഞാൽ ഈ സത്യം എന്താണെന്നറിയാതെ പൈതൃകമായി പാരമ്പര്യമായി ചെയ്തു വന്ന അനുവർത്തിച്ചു വന്ന ഒരു നയം. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? പിടികിട്ടി? അപ്പച്ചനും പോയി, പൂച്ചയും പോയി, എല്ലാം പോയെങ്കിലും ഇപ്പോഴും എന്ത് ചെയ്യും? കൊട്ട കമിഴ്ത്തുന്ന പതിവ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ആ കുടുംബത്തിന്റെ വെറുതെ ഉണ്ടായ ഒരു സമ്പ്രദായം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അതിപ്പോ ഞങ്ങളുടെ കുടുംബയോഗത്തിൽ യോഗം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? മൈക്കുകൾ അനൗൺസ് ചെയ്യും, പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കമത്തിയേക്കാൻ പറയും. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഒരു സമ്പ്രദായം, ഒരു ആചാരം, ഒരു കർമ്മം, ഇതിനകത്ത് ഇതൊരു പൊളിയാണെന്ന്, ഈ ആചാരങ്ങളും സമ്പ്രദായങ്ങളും തെറ്റാണെന്ന് എന്ന് നമുക്ക് ബോധ്യമുണ്ടായോ?
ആ സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും നമ്മൾ ലംഘിച്ചു. അപ്പം സമ്പ്രദായങ്ങളെയും ആചാരങ്ങളെയും ലംഘിക്കുന്നതിലൂടെയാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്. മനസ്സിലായോ? വിശ്വാസങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അന്ധമായ വിശ്വാസങ്ങളെ ത്യജിക്കുകയും സത്യം വിശ്വാസം എന്നത് സ്ഥാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ആചാരങ്ങളെയും കർമ്മങ്ങളെയും അടിസ്ഥാനപരമായി ഒരു താത്വികപരമായി ഒരു ബലവുമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഐതിഹ്യങ്ങളുടെ ബലത്തിലോ എന്തിന്റെ ബലത്തിലോ ഒക്കെ ആയിക്കോട്ടെ രൂപപ്പെട്ടു വന്ന പല സമ്പ്രദായങ്ങളിൽ ലംഘിച്ചത് കൊണ്ടാണ് ഇന്നിപ്പം കണ്ടില്ലേലും നമുക്ക് ആരാധിക്കാൻ പറ്റും. പണ്ട് അങ്ങനെയല്ലായിരുന്നു അല്ലേ? വിളക്ക് കത്തിക്കണമായിരുന്നു വൈകുന്നേരം, പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് തിരി കത്തിക്കണമായിരുന്നു. ഇപ്പൊ നമ്മൾ പിന്നെ ആ തിരി മാറ്റി കൊതുക് തിരി കത്തിക്കുന്നത് മാത്രമേ ഒറ്റ വ്യത്യാസമുള്ളൂ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ വാസ്തവത്തിൽ രണ്ടാമത്തെ സമ്പ്രദായ തലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾക്ക് കീഴടങ്ങാതെ പ്രതിരോധിക്കാനുള്ള ഒരു ഭൗതികമായ ബുദ്ധിപരമായ യുക്തിപരമായ ഒരു ചിന്ത ഒരാളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ധർമ്മശാസ്ത്രം നീതിശാസ്ത്രം മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. ശരിയല്ല എന്ന് എപ്പോഴാണ് തോന്നുന്നത്? എപ്പോഴാണ് തോന്നുന്നത് ശരിയല്ല എന്ന്? നമുക്ക് പലതും ഒക്കാതെ വരുമ്പോഴാണോ? തോറ്റു പോകുമ്പോഴല്ലേ ശരിയല്ലെന്ന് തോന്നുന്നു? ആണോ? അതോ എപ്പോഴാ ശരിയല്ലെന്ന് തോന്നുന്നു? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, 9 ആയി, അല്ല 10 ആയി, 10 10:30 എന്നിട്ട് ഞാൻ നിർത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പാസ്റ്റർ പറഞ്ഞ് സമയം കഴിഞ്ഞ് നിർത്തേണ്ട സമയമായി എന്നൊക്കെ പല വാണിംഗ്. നിങ്ങളെല്ലാം വായിക്കോട്ടെ വിടുന്നു, നിങ്ങളെല്ലാം പറഞ്ഞു ഓഫീസിൽ പറഞ്ഞു പോകുന്നു, നിങ്ങളുടെ ആരും ഇല്ലെങ്കിൽ പോലും ഒരാളെ വെച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ വീട്ടുകാർ പറഞ്ഞു 10:30 ആയ പക്ഷേ നിങ്ങൾ എന്നെ കാണിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞു, നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ പഠിപ്പിലും കഴിഞ്ഞ് ചേർന്ന് ഉറങ്ങണ്ടേ, ഫുഡ് കഴിക്കേണ്ടത് നല്ലതേ, നല്ല ഉഗ്രം മീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഉഗ്രം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നതാ? പോക്കച്ചട്ടിക്കകത്ത് ഗോതമ്പ് കഞ്ഞിയും ഷുഗറാണേ, അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ഗോതമ്പ് കഞ്ഞിയാണല്ലോ ഷുഗർ രോഗികൾക്ക്, അതുമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്ന പരിപാടിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, നിലയിൽ കിടക്കുന്ന ചിന്തകളെ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആര് പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുന്ന സമയത്താണ് എന്റെ അടുക്കലൂടി ഒരു പൊട്ടൻ ഉറുമ്പ്, ഞങ്ങളുടെ കൊട്ടത്ത് പറയും പൊട്ടൻ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ കറുത്ത പൊട്ടൻ, അത് കാലകളെ കയറി പോയിട്ട് ഞാൻ കാലം കൊണ്ട് കുടഞ്ഞു വന്നപ്പോൾ അതങ്ങ് പോയി, എന്നെ ഒന്നും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ 11 മണിയായിട്ട് നിർത്തുന്നില്ലാതെ വന്നപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു ഉറുമ്പുണ്ട്, ചൊട്ടൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ചൊട്ടൻ? ഇത് കടിച്ചാൽ ഭയങ്കര വേദനയാണ്. ആ ഉറുമ്പ് എന്ത് ചെയ്യാ, എന്നെ ഒന്ന് കടിച്ചു, ഞാൻ കാലൊന്ന് മാറ്റി ചവിട്ടി, പിന്നെ എന്നെ രണ്ടാമൊന്ന് കടിച്ചു, ഞാൻ വീണ്ടും ഒന്ന് മാറ്റി ചവിട്ടി. ചുരുക്കം പറഞ്ഞാൽ എന്നെ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എനിക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പതുക്കെ എന്ത് ചെയ്തു, അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ സലാം പറഞ്ഞ് എന്റെ കിടക്കയിലേക്ക് എന്റെ ആവശ്യങ്ങളിലേക്ക് പോയി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായിരുന്നല്ലോ. വാസ്തവത്തിൽ നമ്മളൊക്കെ ഒരു കളം മാറ്റി ചവിട്ടാൻ നമുക്ക് തോന്നിയത് നൊമ്പരം എന്നുണ്ടായോ അന്ന്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ എന്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നും ഇത് പൊള്ളയായ വിശ്വാസമാണെന്നും, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകളോ എന്റെ തപങ്ങളോ എന്റെ ജപങ്ങളോ എന്റെ കർമ്മങ്ങളോ പൂജകളോ എന്റെ നേർച്ചകളോ കാഴ്ചകളോ ചൊല്ലുകളോ ചൊരുത്തുകളോ ഒന്നും എന്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. എന്റെ വൈകാരികമായ, എന്റെ മാനസികമായ, എന്റെ സാമ്പത്തികമായ, എന്റെ രോഗപരമായ, എന്റെ ആശയപരമായ ചിന്തകൾക്കോ ചോദ്യങ്ങൾക്കോ പരിഹാരമാകുന്നില്ല എന്ന് എനിക്കെന്ന് ബോധ്യപ്പെട്ടോ, അഥവാ എനിക്ക് നൊമ്പരപ്പെടുന്ന ഒന്ന് ഞാൻ എന്ന് അനുഭവിച്ചു, അന്നാണ് ഒരു പുനർവിചിന്തനത്തിന് ഞാൻ തയ്യാറായത്. അന്നാണ് വാസ്തവത്തിൽ നമ്മൾ എന്ത് ചെയ്ത് മാറ്റിച്ചവിട്ടാൻ തയ്യാറായത്, അല്ലേ? എന്ന് പറഞ്ഞാൽ സത്യം യഥാർത്ഥത്തിൽ ഇതാണ് ശരിയെന്ന് നമുക്ക് ബോധ്യമായോ? ഇതുവരെ ഉള്ളത് ശരിയല്ല എന്നുള്ളതല്ല ആദ്യം ചിന്തിക്കുന്നത്. ഇതാണ് ശരിയെന്ന് ആദ്യമേ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം ഇതുവരെ അനുവർത്തിച്ചു വന്നത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ മാറത്തില്ലായിരുന്നു, മാറിയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ട് വരുന്നത് ശരിയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഓടിച്ച പല കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യാ, തോട്ടിൽ പോയി തോട്ടിലോ ആറ്റിലോ അല്ലെങ്കിൽ കൊക്കയിലേക്കോ മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ട്,
ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, കൊണ്ടുപോക്കോളും. എന്ത് ചെയ്യും? ഇവര് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് എന്തിരിക്കും? ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, turn to right, turn to left, turn back, you are going to be reaching in 12 minutes എന്നൊക്കെ അച്ഛനും അമ്മാമ ഇങ്ങനെ വെച്ചു. ഇവരാരും കേൾക്കത്തില്ല. ഇങ്ങനെ ചെന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവസാനം കുടിക്കാത്ത ചാടി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ട്. അപ്പം ധർമ്മ ഉപദേശത്തിന്റെ അടിസ്ഥാനം ഇതുവരെ വന്നത് ശരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ മാറിയേനെ. പക്ഷേ ശരിയല്ല എന്ന് തോന്നിയോ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് ശരി ഏതാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഈ അന്വേഷണത്തിന് ഉപോത്ബലകമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ധർമ്മശാസ്ത്രത്തിന്റെ ഒരു സമ്പ്രദായ ലെവൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് മനസാക്ഷി തലം, ദ ലെവൽ ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരിയോടും തെറ്റിനോടുമുള്ള വ്യക്തിപരമായ സമീപനത്തിന്റെ അംഗീകാരം, മൂലശക്തിക്ക് അനുഭാവപൂർണമായി ശീലമാകുക. നമുക്കെല്ലാം നിലപാടുകളുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് എല്ലാത്തിനും അഭിപ്രായമുണ്ട്, ശരിയായ അഭിപ്രായം. പക്ഷെ നമുക്ക് ഇന്നോടെ പോകണോ, ഒന്ന് പ്രാർത്ഥന വെക്കണം, പ്രാർത്ഥന 10 പേര് വരത്തില്ലേ, വരും. അപ്പം ഫുഡ് കൊടുക്കണം. അപ്പം ഒരു 30 പേര്, 30 പേര് വരും, 30-35 പേര് വരും. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. മിച്ചം വരുമോ? മിച്ചം വരും. അതുകൊണ്ട് ഉണ്ടാകണ്ട. അപ്പൊ ഇത് ഉറച്ചു നിൽക്കാതെ എന്ത് ചെയ്യുക, ഒരു കാര്യത്തിൽ ഉറയ്ക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമുക്കെല്ലാവരും നിലപാടുള്ള ആളുകളാണ്. ശരിയോടും തെറ്റിനോടും ഉള്ള നമ്മുടെ വ്യക്തിപരമായ സമീപനം, ആ സമീപനത്തിന്റെ അംഗീകാരമാണ് വാസ്തവത്തിൽ ലെവൽ ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്നത്. നമ്മളെ മനസാക്ഷി നമുക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറയുന്ന ഒരു തലം. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചുള്ള മുയലാകട്ടെ എന്തുമായിക്കോട്ടെ അതിനൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നതാണ് കൊമ്പുകൾ, എണ്ണങ്ങൾ. നമ്മൾ പറയുന്നതിന് ഒരുപാട് നമ്മളെല്ലാം നമുക്ക് നമ്മുടെ നിലപാടുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളും ഒരു ശരികളും തെറ്റുകളും ഒക്കെയുണ്ട്. ആ തെറ്റുകളും ശരികളും നമ്മുടെ മനസാക്ഷി അനുസരിച്ചില്ല. പക്ഷേ പൊതുവിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഇന്ന് പലതും ശരിയാണെന്ന് അംഗീകരിക്കുന്നത്. ഒരു തെറ്റ് 1000 തവണ പറഞ്ഞാൽ ശരിയാകാൻ സാധ്യതയുള്ള, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒരു തെറ്റ് 1000 പ്രാവശ്യം തവണ ഉച്ചരിച്ചാൽ ശരിയാകാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നുകൂടെ പറയാണ്, ഒരു തെറ്റിനെ 1000 തവണ പറഞ്ഞ് ശരിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ ശരികളെ അംഗീകരിക്കാനുള്ള വൈമുഖ്യം കൊണ്ട് ഈ ശരിയെന്ന് പറയുന്ന ഒരു കൂട്ടം ഭൂരിപക്ഷത്തിന്റെ തെറ്റിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വ്യതിരക്തത അഥവാ വ്യത്യസ്തമായ ആളുകളെ കാണാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ചേ, എല്ലാവരും കൊയ്തു, എല്ലാവരും മതിച്ചു. പക്ഷേ ഒരാൾ മാത്രം തീരുമാനിച്ചു, ഈ വർഷം ഞാൻ മതിക്കുമ്പോൾ എന്റെ അവകാശം എല്ലാ പ്രാവശ്യം വിതച്ച് അധ്വാനിച്ച് കൊയ്ത്ത് കഴിയുമ്പോൾ മിദ്യാനിൽ വന്നെന്ത് ചെയ്യും, അപകരിച്ചുകൊണ്ട് പോകും. പക്ഷെ ഈ പ്രാവശ്യം മാത്രം എന്റെ അവകാശത്തെ ഞാൻ അവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്തിരിച്ചക്കിന്റെ അടുത്ത് കൊണ്ടുപോയി എന്ത് ചെയ്തു മെതിക്കാൻ തുടങ്ങി. ഈ വ്യക്തിയാണ് വ്യത്യസ്തതയുള്ള വ്യക്തിയായി ദൈവം അംഗീകരിച്ച് പരാക്രമശാലി എന്ന് വിളിച്ചത്. ശ്രദ്ധിച്ചേ, എല്ലാവരും കുടമുടച്ചു. പക്ഷേ കുടത്തിനകത്ത് പന്തം കത്തിച്ചിട്ട് കുടമുടയ്ക്കുകയും ഒപ്പം ആർപ്പിടുകയും ചെയ്യാൻ തയ്യാറുള്ള വ്യത്യസ്തതയുള്ള ഒരു സമൂഹത്തിന് മുമ്പിലാണ് ആർക്കും വഴിമാറാത്ത മതിൽ ഇടിഞ്ഞ് വീണത്. അപ്പൊ നമുക്കെല്ലാം ഒരു വ്യത്യസ്തത ഉണ്ടാകണം. നമ്മുടെ സമീപനങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകണം, വാക്കുകളിൽ വ്യത്യസ്തത ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശീലമാക്കിയിരിക്കുന്ന നമ്മുടെ ശരിയോടും തെറ്റിനോടുമുള്ള നമ്മുടെ സമീപനങ്ങൾ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാകരുത്. മറിച്ച് നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡ് ഭൂരിപക്ഷത്തിന്റെ കൂടെയാകാം, ന്യൂനപക്ഷത്തിന്റെ കൂടെയാകാം. ഇങ്ങോട്ട് ഞാൻ പറയുന്നു, 1000 ശരികളെ 1000 തെറ്റുകളെ, ഒരു തെറ്റിനെ 1000 ആവർത്തി വായിച്ചിട്ടും ഉച്ചരിച്ചിട്ടും ശരിയാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നവരിൽ നിന്നും മാറി. മോശ ഒറ്റ ചോദ്യമേ ചോദിച്ചു. എന്താ ചോദിച്ചത്? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ.
ബഹുഭൂരിപക്ഷവും ദൈവത്തിന് നേരെ ശ്രദ്ധിക്കണം. ബഹുഭൂരിപക്ഷവും ഇതൊക്കെ പ്രസംഗ വിഷയമാണ്. നിങ്ങൾ അതിലൂടെ എന്തെങ്കിലും തരിക, ശ്രദ്ധിച്ചേ, സൗജന്യമായിട്ട്. ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തിന് എതിരെ തിരിഞ്ഞപ്പോൾ ദൈവത്തിന് നേരെ തിരിഞ്ഞവനെയാണ് ആയുധം കൊടുത്ത് ആലയത്തിനകത്ത് പിന്നീടാക്കിയത്. ഒന്നുകൂടി ഞാൻ പറയാം, ദൈവത്തിനെതിരെ തിരിയുന്ന ഭൂരിപക്ഷമല്ല ദൈവത്തിന് ആവശ്യം, ദൈവത്തിന് നേരെ തിരിയുന്ന ന്യൂനപക്ഷത്തെ, അവരെയാണ് പറഞ്ഞത് ആയുധം വെക്കുക. അധികാരം എന്ന് പറയുന്നത് അഭിഷേകത്താൽ ആണ് ലഭിക്കുന്നത്. പക്ഷേ അഭിഷേകമുള്ള എല്ലാവർക്കും അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ അരയ്ക്ക് വാള് കെട്ടുക, പാപ്പനും ഉപ്പാപ്പനും കുഞ്ഞമ്മയും ഒന്നും നോക്കണ്ട, വെട്ടുക, അല്ലേ? ദൈവത്തിനെതിരെ തിരിഞ്ഞവരെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആഹ്വാനം ലഭിച്ചവർ ആരാ? ഒരു കൂട്ടം ലേവ്യർ, അവര് മാത്രമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ദൈവത്തിന് എതിരെ തിരിഞ്ഞപ്പോൾ ദൈവത്തിന് നേരെ തിരിയാൻ തയ്യാറായ ന്യൂനപക്ഷം അവരാണ് പിന്നീട് ആലയത്തിന്റെ ശുശ്രൂഷകരായി മാറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയും ഉള്ളൂ. നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന വിധിനായ കോടതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളും ഉത്തേജനങ്ങളും വിധി പ്രഖ്യാപനങ്ങളും പ്രസ്താവ്യങ്ങളും അന്തിമ വിധി ന്യായങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് നമുക്ക് ശരിയോട് ചേർന്ന് നിൽക്കാനും തെറ്റിനോട് തെറ്റെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതിന് സിസ്റ്റമാറ്റിക്കായി നമുക്ക് ചില നിബന്ധനകളോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തലമാണ്, വാസ്തവത്തിൽ ഒരു സമ്പ്രദായമാണ് ഈ ധർമ്മശാസ്ത്രം എന്ന് പറയുക. ഇനി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അപ്പം സമയമാവും എന്ന് വിചാരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തീയ ധർമ്മം, ഞാനീ പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ താഴെയുള്ളവരൊക്കെയാണ്, ശരിയാണ്. ഈസി അല്ല, അതുകൊണ്ടാണ് ഈ ലളിതമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. എന്നറിയോ, നമ്മൾ ഈ പൗലൂസൻ ദൈവശാസ്ത്രം എന്നും പറഞ്ഞ എത്തിക്സ് എന്നും പറഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് എത്തിക്സ് എന്ന് മനസ്സിലാകണ്ടേ? എന്താ എത്തിക്സ് എന്ന് മനസ്സിലാകണ്ടേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതിങ്ങനെ പറയാൻ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ലളിതമായ കാര്യം കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച്. ഇനി ഈ ക്രിസ്തീയ ധർമ്മശാസ്ത്രം വീക്ഷണങ്ങളും രീതികളും അതും കൂടി ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. സോറി, ഐ ആം സോറി സാർ. അതിനെ ഒരു ഉദാഹരണം കൂടെ ഒക്കെ ഒന്ന് എടുത്ത് പറഞ്ഞു തന്നാൽ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി. കട്ടിയുള്ള ഉദാഹരണം ആയതുകൊണ്ട് വിഷയം. ഓക്കെ, ഞാൻ ഒന്നും പറയാം, ശ്രദ്ധിച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഒന്നുമില്ലെന്ന് ഇത്രേ ഉള്ളൂ. ഈ നമ്മുടെ ശൈലികൾ, നമ്മുടെ ജീവിതം, നമ്മുടെ രീതികൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടി വളരെ സമയബന്ധിതമായി സിസ്റ്റമാറ്റിക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ ഈ മീഡിയയിൽ കുറച്ച് വർക്ക് ചെയ്യില്ല, കുറച്ച് നാൾ, ഒരു 10-14 വർഷം അജ്ഞാതത്തിലായിരുന്നു. ഞങ്ങൾ ഷൂട്ടിൽ പോകുന്നിടത്തൊക്കെ ചിലയിടത്ത് കൃത്യമായിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റാതെ വരും. ശരി, നമ്മൾ ഹോട്ടലിൽ നിന്നും കാണാതിരിക്കുമ്പം നമ്മുടെ ഷാപ്പിന് മുമ്പിൽ കൂടി ആയിരിക്കും പോകുന്നത്. അപ്പൊ കൂടെ ഉള്ളവന്മാർ മുഴുവൻ കത്തോലിക്കരും യാക്കോക്കാരും ഹിന്ദുക്കളും ഒക്കെ. അവർ പറയും, സാറേ ഞാൻ ആ ഫ്രണ്ട് സീറ്റിരിക്കുന്നു, സാറേ ഒന്ന് ചവിട്ടാക്കണേ, നമുക്ക് ഇവിടെ കയറി നല്ല ഉഗ്രൻ കപ്പയും തലക്കറിയും കിട്ടും. അപ്പൊ ഞാൻ ഇടത് തലക്കറി കിട്ടി ഞാൻ അവിടെ കയറി കഴിക്കുമ്പം ഏതെങ്കിലും ഒരാള് എന്ത് ചെയ്യാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോ അവിടെ ഷാദം പാറക്കളവിൽ അവിടുന്ന് ഷാപ്പിൽ കുമരകം ഷാപ്പിന്റെ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല, എനിക്കത്. കാരണം നിങ്ങളിത് വല്ലപ്പോഴും ഒക്കെ എന്നെ കാണാതെ. പിന്നെ വേറെ രസം, ഇവരാരും വീഴി വലിക്കുന്നതോ ഇവരാരും മദ്യപിക്കുന്നതുണ്ടാവാനകത്ത്. ഈ സിഗരറ്റ് പോലും വലിക്കുമ്പോൾ ഞാൻ ചെന്നാൽ എന്തായാലും അവർ മാറ്റിക്കളയും. എന്ന് പറയാൻ നമ്മളവിടെ അത് വലിക്കുകയാണെന്നും അത് ഉപയോഗിക്കാത്ത ആളാണെന്നും അതിന് എതിരെ നിൽക്കുന്ന ആളാണെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ പിന്നെ വീണ്ടും അവിടുന്ന് മൈലുകൾ സഞ്ചരിച്ച് ഒരു ചെറിയ കടയാണെന്നും ചെറിയൊരു ചായക്കടയാണെന്നും കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഫുഡ് കഴിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എനിക്ക് വേണേൽ അവിടെ ഈ കുമരകത്ത് ഉള്ളിലോട്ട് പോയി ഇത്രങ്കിരിയിലോ അത്തങ്കിരിയിലോ ഒക്കെ ചെന്ന ഒരു മനുഷ്യൻ അവിടെ ഇല്ല, എന്നെ അറിയാവുന്ന കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ അവിടെ കയറി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പുണ്യവാനല്ല എന്നാണ് ചിലർ ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിക്കുന്ന ചില
ആപ്തവാക്യങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിക്കുന്ന ചില തത്വങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് അങ്ങനെയാണോ? അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഞാനതാ പറഞ്ഞത്, അധികാരം ആവശ്യമുള്ള ഒരു 5% ആൾക്കാരെ നിങ്ങൾ മറന്നേക്കും. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തെ 95% ആൾക്കാരും സുവിശേഷത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാൽ മാത്രം മതി. നമുക്ക് സ്വർഗത്തിൽ പോയാൽ മാത്രം മതി. ഇവിടെ ഈ അധികാരത്തിന് വേണ്ടി നിരന്തരം നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ഇടങ്ങളിലും നമ്മുടെ മൊബൈലിലെ ഡിവൈസുകളിലേക്കും വന്നു ചേരുന്ന വീഡിയോകളും വാർത്തകളും ഒക്കെ കണ്ട് നമ്മളാരും നിറമുണ്ടാക്കണ്ട. ഞാൻ ഇത്രയും പറഞ്ഞത് ലളിതമായിട്ടത് എന്താ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന സമൂഹത്തിൽ 95% ആൾക്കാര് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നവരുണ്ട്, 5% ഒഴിച്ച്. ആ 5% നിങ്ങളില്ല എന്ന് വിശ്വസിച്ചാൽ നമുക്ക് ആരോടും പറയാതെ പറയണ്ട. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ എല്ലാം പ്രശ്നം, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും ഒരുപാട് ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? നമുക്കൊറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ പിന്നാലെ പോവുക, എങ്ങനെയും അക്കരെ എത്തിപ്പെടുക എന്ന് മാത്രം. അപ്പൊ അതിനുള്ള ലളിതമായ പാഠ്യപദ്ധതി നമുക്ക് ക്രമീകൃതമായി പറഞ്ഞു തരുന്നതാണ് ഈ എത്തിക്സ് എന്ന് പറയുക. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി, നാം എന്ന വ്യക്തിയെ പണിയാൻ വേണ്ടി നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ചില നിയമങ്ങൾ, നാം പോലും അറിയാതെ നമ്മൾ സൂക്ഷിക്കുന്ന ചില നിയമങ്ങൾ, അതാണ് വാസ്തവത്തിൽ നീതിശാസ്ത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ ഈ അടിസ്ഥാനം എന്ന് പറയുക. ഇനി ഈ ക്രിസ്തീയ ധർമ്മശാസ്ത്ര വീക്ഷണങ്ങളും രീതികളിൽ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ധർമ്മബന്ധിതമായ നീതിശാസ്ത്രം എന്താ? ഡിയോണ്ടോളജിക്കൽ എത്തിക്സ്, ധർമ്മബന്ധിതമായ നീതിശാസ്ത്രം. ധർമ്മബന്ധിതമായ നീതിശാസ്ത്രം ശ്രദ്ധിച്ചേ. കടമ അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി ഓറിയന്റഡ് എത്തിക്സ്, ഇത് കടമബന്ധിതമായ നീതിശാസ്ത്രം എന്നാണ് പറയുന്നതാണ് ശരി. എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓറിയന്റഡ് എത്തിക്സ്. ഇതല്പം ലീഗലിസ്റ്റിക് ആണ്, എന്ന് പറഞ്ഞാൽ നിയമവാദപരമാണ്. എങ്കിൽ പോലും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ള, സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു കാര്യമാണ്. നമ്മളെല്ലാം കടമകളും നിർവഹിക്കപ്പെടേണ്ട ആളുകളാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹജീവികളോട്, ദൈവത്തോട് മാത്രമല്ല സഹജീവികളോടും കടമയും കടപ്പാടും നിർവഹിക്കപ്പെടാൻ നമ്മൾ കടംപെട്ടവരാണ്. അന്യന്റെ മനസ്സിലെ ഓങ്കാരത്തെ തിരിച്ചറിയാതെ സ്വന്തം ശരീരത്തിന്റെ ബ്രഹ്മത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? മറ്റുള്ളവന്റെ മനസ്സിൽ കുടികൊള്ളുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ സ്വഭാവവിശേഷം നമ്മളിലേക്ക് പകർന്നില്ല എങ്കിൽ മറ്റുള്ളവർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവം പറഞ്ഞ, കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന, നിങ്ങളെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും, അല്ലേ? അതിനു മുമ്പ് പറഞ്ഞുണ്ട്, നിങ്ങളെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സേവിക്കണം, ആരാധിക്കണം ഒക്കെയാണ്. ശരി. അതിന്റെ പ്രായോഗിക വശമാണ് രണ്ടാമത് തൊട്ടടുത്ത് പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും. നമുക്ക് പറ്റുമോ? നമ്മൾ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരന്റെ എന്താ സോ ആൻഡ് സോ, ഇന്നത്, അയൽക്കാരന്റെ ഇന്നത്, അല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നത് പൗരാണികമായി പറഞ്ഞ് പദം വന്ന ഒരു വലിയ നുണയാണ്. മനസ്സിലായില്ല? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ, നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാം. നമ്മള് പറയുന്ന എല്ലാവരും അല്ല കേട്ടോ, ഞാനൊരു 25% തള്ളിയാ പറഞ്ഞു. അതിനകത്ത് നിങ്ങളുണ്ട് 25%. ഞാൻ ഉൾപ്പെടുന്ന സമൂഹം. ബാക്കി പറഞ്ഞ ചിന്തിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ നുണ എന്ന് അറിയാമോ? പ്രാർത്ഥിക്കാവേ കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുവോ? വൈകിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ
പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി, രോഗത്താൽ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, പിള്ളേരെ കെട്ടിക്കാൻ പോകുന്നവർ, അങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. കർത്താവേ, എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട, വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതിനകത്ത് നമ്മൾ പറഞ്ഞ ആ പുള്ളി ഉൾപ്പെടും അല്ലേ? കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബ്രദറെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവ് വഴി തുറക്കത്തില്ലേ? അത് നമുക്കറിയത്തില്ലേ? ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കും കേട്ടോ എന്ന് പറയുന്നതാണോ ബുദ്ധി? എന്റെ കയ്യിൽ ഇങ്ങനെ നിങ്ങൾ ചോദിച്ച അത്രയും ഇല്ല എങ്കിൽ പോലും ഇത്രയും എൻ്റെ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി നിങ്ങൾ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യുക, ഞാൻ ഇന്ന ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചതാ, തിരിച്ചു തരാൻ നിർവാഹമുണ്ടെങ്കിൽ ഇന്ന ദിവസം തന്നാൽ ഉപകാരമാകും എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ള ആ വലിയ തുകയുടെ ഒരു ചെറിയ അംശം കൊടുക്കുന്നതാണോ യുക്തി? അതാ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? ഞാൻ പറഞ്ഞ പോലെ പൗരാണികമായി പരമ്പരാഗതമായി പറഞ്ഞ് 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 തേഞ്ഞു പോയ ഒരു വലിയ നുണയാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുക, അല്ലേ? അവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഉദാഹരണം പറയാൻ നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഉദാഹരണം പറഞ്ഞ ചിലപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മളെല്ലാം ഒരു ഡ്യൂട്ടി, ഒരു കടമ നിർവഹിക്കപ്പെടേണ്ട ആളുണ്ട്. കടമ എന്താ? ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളിൽ അധിഷ്ഠിതമായ സ്നേഹം എന്ന് പറയുന്ന സാർവത്രികമായ ഒരു തത്വമുണ്ടല്ലോ, സ്നേഹം. അതിന്റെ പല വശങ്ങൾ കൊണ്ട് നമുക്കെല്ലാ തരത്തിലുള്ള സ്നേഹത്തെ അറിയാം. സ്റ്റോർഗി അറിയാം, അഗാപ്പെ അറിയാം, പിന്നെ അങ്ങനെ സ്നേഹത്തെ കുറിച്ച് എല്ലാം നമുക്കറിയാം. പക്ഷെ ഈ അടിസ്ഥാനപരമായ സർവലൗകികമായി എല്ലാവരും ഒരുപോലെ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്നേഹത്തിന് പോലും ഏറ്റക്കുറച്ചിൽ, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കടമയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു കടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിശ്ചയിക്കുക. ശ്രദ്ധിച്ചേ, ഈ അപൂർവമായ മാത്രമേ നമ്മൾ ഈ ചില കൽപ്പനകൾക്ക് വശംവദരാകാറുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട, നമ്മൾ ഉറപ്പിച്ച, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ചില തത്വങ്ങളിൽ നമ്മൾ അണുവിട നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന ഏതൊരു തത്വത്തിനും ഒരു പ്രായോഗിക വശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? പ്രായോഗികത ഇല്ല എങ്കിൽ തത്വങ്ങൾ മാത്രം പറഞ്ഞാൽ, നമ്മൾക്കിപ്പം ഓൺലൈനിലാണ് ഈ പഠിക്കുന്നത്. ഈ ഓൺലൈനിൽ വാസ്തവത്തിൽ ഈ പോസ്റ്റൽ വഴി കരാട്ട പഠിക്കുന്ന പോലെയാണ് നിങ്ങൾ ഈ ഓൺലൈനിൽ പഠിക്കുന്നത് കേട്ടോ. പോസ്റ്റൽ വഴി കരാട്ട പഠിക്കുന്നത് നമ്മൾ ഇതിന്റെ തത്വമാണ് പഠിക്കുന്നത്. പ്രായോഗികമായി ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പരീക്ഷയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നീന്തലൊക്കെ പോസ്റ്റൽ വഴി പഠിച്ചാൽ എന്തിരിക്കും? ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം വിശ്വസിച്ചാലും അതിന് പ്രായോഗിക വശമുണ്ട്. ഈ പ്രായോഗിക വശമാണ് വാസ്തവത്തിൽ നമ്മുടെ മൂല്യങ്ങളെ ഉയർത്തുന്നത്, അല്ലേ? ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രായോഗികമായി ആ മൂല്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കണം, പകരണമെന്ന് കൂടിയല്ലേ? ഇതിനൊരു പ്രായോഗികത ഉണ്ടാകണമെന്നല്ലേ? അല്ലേ? ഇപ്പം ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ എല്ലാം എടുത്താലും നമ്മൾ കാണുന്നത് അതിനൊരു പ്രായോഗിക വശമുണ്ട് എന്നുള്ളതാണ്. 3 ദിവസം ഭയങ്കര യോഗം, എല്ലാവരും ആത്മാവിനായി ഭയങ്കര തൃപ്തി പ്രാപിച്ച് പോകാൻ നേരത്ത് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. അവര് പോയി മിക്കവാറും വീട്ടിൽ തിരുന്നുമ്പാട് താഴെ പോകാൻ സാധ്യതയുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്, തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സാൽവേഷൻ അറിഞ്ഞിടയ്ക്ക് ഒരു തത്വമുണ്ട്, സോപ്പ് സൂപ്പ് സാൽവേഷൻ. ഒരാളെ കണ്ടാൽ ഒരാദ്യം അങ്ങനെ വൃത്തിയാക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോഴേ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ദൈവശിക്ഷയത്ത് വാങ്ങരുത്, നീ മുഴിഞ്ഞു പോകും, നമ്മൾ പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞിട്ട് അവസാനം ഇറങ്ങി പോകണമെന്ന് അവര് പറയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കും. അവരാദ്യം ഒന്ന് വൃത്തിയാക്കി, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി നിന്ന് കേൾക്കാനുള്ള ഒരു മാനസിക ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്ത് പിന്നെ അവൻ എന്ത് ചെയ്യുക? ആരോഗ്യം വേണ്ടേ? സൂപ്പ് കൊടുത്ത് അവസാനമാണ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ. സൂപ്പ് സാൽവേഷൻ. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? കർത്താവ് പറഞ്ഞിട്ടുള്ള എന്ത് കാര്യത്തിനും ഒരു പ്രായോഗിക വശമുണ്ട്, പ്രായോഗികതയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഇതൊരു പ്രശ്നമല്ല, എങ്കിലും ഒരു ഉദാഹരണം പറയുക എന്നാണ് ഞാൻ പറഞ്ഞതാണെങ്കിൽ. ഈ 2-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷത്തിൽ വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് ഒരാളെ ഇറക്കി, ഞാൻ പറഞ്ഞ കാര്യം എങ്കിലും ഒന്നുകൂടെ പറയുന്നത് ഇതുമായിട്ട് ഇറക്കി എന്ത് ചെയ്തു? അവനെ സൗഖ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ആ വീട്ടുടമസ്ഥൻ നടത്തി. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മനുഷ്യനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഈ മനുഷ്യനെ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: എന്റെ പുരയ്ക്കകത്ത് വരാൻ കർത്താവ് ഒന്ന് ചുരുങ്ങാമെങ്കിൽ, എന്റെ പുരയുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ മരം ഒന്ന് പിണങ്ങിയാൽ, ഈ പ്രകൃതി ഒന്ന് പിണങ്ങിയാൽ അസ്തിത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എന്റെ പുരയ്ക്കകത്തേക്ക് കർത്താവിന് ചുരുങ്ങാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് വികസിച്ചുകൂടാ? ഇതാണ് ക്രിസ്തീയതയുടെ പ്രായോഗിക വശം എന്ന് പറയുന്നത്. ഞാൻ ഉയർത്തിക്കെട്ടിയ എന്റെ ഭവനം, ഞാൻ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന എന്റെ ഭവനം, എന്റെ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞ ഒരുപാട് അവകാശങ്ങൾ പറയാനുള്ള ഈ കൂടാരത്തിലേക്ക് ഒരവകാശവും പറയാതെ, ഒരാവശ്യവുമില്ലാതെ എന്നെ മാത്രം പ്രതി ഞാനെന്ന വ്യക്തിയെ മാത്രം പരിഗണിച്ചുകൊണ്ട് കർത്താവിനൊന്ന് ചുരുങ്ങാമെങ്കിൽ എന്റെ ഭവനം തേടി വന്നവർക്ക് വേണ്ടി എന്തുകൊണ്ട് എനിക്ക് വികസിച്ചുകൂടാ? ഇത്രയേ ഉള്ളൂ വാസ്തവത്തിൽ ക്രിസ്തുശാസ്ത്രം, നീതിശാസ്ത്രം, നീതിബോധം, ധർമ്മശാസ്ത്രം, ക്രിസ്തീയത, ക്രിസ്തു കേന്ദ്രീകൃതം, സുവിശേഷം, ബൈബിൾ എന്നൊക്കെ പറയുന്നത്. അതാണ് എന്റെ ലളിതമായ ഉദാഹരണം. എന്നിലേക്കൊന്ന് ചുരുങ്ങാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വികസിച്ചുകൂടാ? കാനായ കല്യാണത്തിന് ഈ വെള്ളമല്ലാതെ വീഞ്ഞാക്കാൻ വേണ്ടി കൽപാത്രത്തിൽ വെള്ളം നിറച്ച് കോരി കൊടുത്തു. എന്തുകൊണ്ടാണ് കർത്താവ് ഈ കൽപാത്രങ്ങളെ പരിഗണിച്ചത്? ഒരു സ്വർണം അതിന്റെ മൂല്യങ്ങൾ ഉള്ള ഒരു പവൻ ഇപ്പോൾ 25,000 1 ലക്ഷം രൂപ വേണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാത്തത് നമുക്കറിയത്തില്ല, എങ്കിലും 1 ലക്ഷം രൂപ വെച്ചു. ഈ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഈ സ്വർണം അവര് ചുരുട്ടി തരുന്നത് ഒരു മഞ്ഞ പട്ട പേപ്പറിനകത്തും, പട്ട ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന ഒരു റോസ് പേപ്പറിനകത്ത്, അല്ലെ പിങ്ക് പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു ചെറിയ ഡെപ്പിക്കകത്ത് വെച്ച് തരും. ആ ഡെപ്പി നമ്മുടെ വാനിറ്റി ബാഗ്, ഒന്നുമില്ലാത്ത വാനിറ്റി ആയ ബാഗിനകത്ത് നമ്മൾ വെക്കും. അല്ലെങ്കിൽ അത് വാങ്ങിച്ച് വേണമെങ്കിൽ എന്റെ ഈ കൈമടക്കിനകത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് പോരാ. 1 ലക്ഷം രൂപയുടെ സാധനം അല്ലേ? എന്റെ ചെവിയുടെ പുറകിൽ വേണേ വെച്ചോണ്ട് പോകാം, എന്റെ പോക്കറ്റിൽ വേണേ ഇടാം, എന്റെ പാന്റിന്റെ പോക്കറ്റിൽ ഇടാം അല്ലേ? 1 ലക്ഷം രൂപയുടെ സാധനം. ചോദിക്കട്ടെ, ഒരു 1000 രൂപയുടെ വൈക്കോൽ കച്ചി വാങ്ങിച്ചാൽ, ഒരു ഓട്ടോറിക്ഷ പെട്ടിവണ്ടി വിളിക്കണ്ടേ, വിക്രം വിളിക്കണ്ടേ, ഒരു ടെമ്പോ വിളിക്കണ്ടേ, ഒരു 25,000 രൂപയുടെ കച്ചി വാങ്ങിച്ചു, വൈക്കോൽ വാങ്ങിച്ചാൽ എന്നെ ശ്രമിച്ചാൽ എങ്ങനെ കൊണ്ടുവരണം? ഒരു വണ്ടി വിളിക്കണം അല്ലേ? ശ്രദ്ധിച്ചേ, വില കൂടുന്തോറും വലിപ്പം കുറയും, വില കുറയും തോറും വലിപ്പം കൂടും. ഇതാണ് ക്രിസ്തീയത. മനസ്സിലായോ ഞാൻ പറഞ്ഞ ആശയം? വില കൂടുന്തോറും വലിപ്പം കുറയും. വില കൂടി എന്ന് ചിന്തിച്ചാൽ വലുപ്പം നമുക്കില്ല, വിചാരപ്പെടാൻ പറ്റത്തില്ല. വലുപ്പം കുറഞ്ഞേ പോകത്തുള്ളൂ. പക്ഷെ വിലയില്ല എന്ന് ചിന്തിച്ചാൽ വലുപ്പം ആർക്കും വേണ്ടിയും വികസിക്കാൻ ഇടയാകും. ആർക്കും വേണ്ടി നമുക്ക് വികസിക്കാം. സിസ്റ്റമാറ്റിക് അതായത് വ്യവസ്ഥാപിതമായ ധാർമ്മിക ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ തത്വങ്ങളുടെ പ്രായോഗികതയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒന്നുകൂടി ഞാൻ പറയുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായിട്ട് ധാർമ്മിക ഉപദേശം, നീതിശാസ്ത്രം, എത്തിക്സ് പഠിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രൈസ്തവ മൂല്യങ്ങളുടെ, ക്രിസ്തീയ ഉപദേശങ്ങളുടെ പ്രായോഗികതയ്ക്ക് വേണ്ടി മാത്രം, അതിന്റെ പ്രായോഗിക തലത്തിൽ വിജയകരമായി സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓവർ ടു ലാലിച്ച. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. പ്രത്യേക കർത്താവിന്റെ ദാസനും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവസാനമായി നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ ബ്രദർ ബാബു ജോർജ് പ്രാർത്ഥിച്ചാട്ട് അവസാനമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? കർത്താവേ, നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രികാലവും കർത്താവെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കർത്താവെ ബൈബിൾ ക്ലാസ് പഠിക്കുവാൻ തക്കം കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഇതിന്റെ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അകപ്പെ ബൈബിൾ കോളേജിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ക്ലാസ് എടുക്കാൻ
കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്ന കർത്താവ്. ക്ലാസ് പഠിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ, വരും ദിവസങ്ങൾ അതിന് പ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാവരെയും ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ കുറഞ്ഞ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും വളരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വിളിയാലുള്ള ആശ ഈ ദിവസങ്ങൾ മനസ്സിലായിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടുവാനും പ്രവർത്തിപ്പാനും പ്രയോജനപ്പെടുവാനും ഞങ്ങൾ എല്ലാവരെയും ഇടയാക്കണം. തിരുനാമം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മഹത്വം എടുക്കണം. യേശുനാഥിൽ അപേക്ഷിക്കും പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും, പ്രത്യേകാൽ ഇന്ന് രാത്രി ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പവും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നാളെ നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ബിസിയാണ്. അതുകൊണ്ട് നമുക്ക് നാളെ നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ദൈവം നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ.